ജംബോ സർക്കസ് കാണാൻ വന്നതാണ് ഞാനും പാപ്പവും. ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് ഭുവനേശ്വരി ശ്രീശാന്തിന്റെ വൈഫാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇന്ന് ഇവിടെ കാണാൻ വന്നത്. ഓക്കെ, ഐ ഷോ യു. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഇഷ്ടയോ? ഞാനും പാപ്പും ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. പീക്കോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് ഇന്നത്തെ സർക്കസിന്റെ ഓൾമോസ്റ്റ് ലാസ്റ്റ് പരിപാടിയിലേക്ക് വന്നേക്കാണ്. ഇത് ഇവിടെ വലിയ സെറ്റപ്പ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കാൻ കാണിച്ചു തരാട്ടോ. പണ്ട് സർക്കസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ഇതായിരുന്നു. ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, പക്ഷെ അപ്പോഴും ഇത് തന്നെയാണ് ഇന്നത്തെ ലാസ്റ്റ് ആക്ട് തോന്നുന്നുണ്ട്. ഇതാണ് തോന്നുന്നു ലാസ്റ്റ് ആക്ട് തീർന്നു തോന്നുന്നു. ഞാനും പാപ്പുവും സർക്കസ് കണ്ടു. പാപ്പുവിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സർക്കസ്. പാപ്പു എങ്ങനെയുണ്ടായിരുന്നു? പാപ്പു പറ. അടിപൊളിയായിരുന്നു. ഏതാ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടമായ? മുകളിൽ പോയിട്ട് ഇങ്ങനെ ട്രില്ല് ചെയ്തത്. മറ്റേ മമ്മി വീഡിയോ എടുത്തിട്ട് അവസാനം പ്ലേ ചെയ്യാണ്ടിരുന്ന അത് അടിപൊളിയായിരുന്നില്ലേ? ഞാനൊരു വീഡിയോ ഭയങ്കര അടിപൊളി ഒരു ആക്ടിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഫുൾ എടുത്ത് അവസാനം റിങ്ങില്. അതിനുശേഷം പാപ്പുവിന്റെ അടുത്ത് പാപ്പു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അതും എല്ലാം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് റെക്കോർഡ് ബട്ടൺ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ എന്റെ ഇത് ഫസ്റ്റ് എന്റെ ഒരു സെക്കൻഡ് ടൈമാ. ഞാൻ ആദ്യം മമ്മി പണ്ട് വന്നേക്കുന്നത് അപ്പാപ്പയുടെ അമ്മാമ്മയുടെ കൂടെ ലോങ് ബാക്ക്, പാപ്പുവിന്റെ ഏജിൽ അല്ലെങ്കിൽ പാപ്പുവിനേക്കാൾ സ്മോൾ ഏജിൽ. അബോണ്ട വന്നിട്ടുണ്ടോന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അബോണ്ടോട് ചോദിക്കണം, എനിക്കത് ഓർമ്മ ഇല്ല അബോണ്ട ഉണ്ടായിരുന്നു. അപ്പം ഇതെന്റെ സെക്കൻഡ് ടൈം ആയിരുന്നു. സ്കൂൾ അല്ലേ, എന്തൊരു എഫേർട്സ് അവരെല്ലാം എടുക്കണം. എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഫോക്കസ് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓവർ. ഈവൻ ജീവൻ പോലും പോകും അല്ലേ പാപ്പു? അത്രയും ഫുൾ ഡെഡിക്കേറ്റഡ് ആൻഡ് ഫോക്കസ്ഡ് ആൻഡ് ഹാർഡ് വർക്ക് ആണ് അവിടെ കണ്ടത്. സോ ദാറ്റ്സ് ഓൾ. ഇനി അപ്പൊ ഇപ്പൊ കൊച്ചിയിൽ എത്ര ദിവസം വരെ ഉണ്ട് വിഷ്ണു? 3 ദിവസം കൊണ്ടുള്ളൂ അല്ലേ? ഓ, അപ്പൊ ആക്ച്വലി തീരാറായി. ഞങ്ങള് ലക്കിലി തീരുന്നതിന് മുന്നേ വന്ന് കാണാൻ പറ്റി. നല്ല ട്രാഫിക്കാ ഈ ജംബോ സർക്കസിന്റെ. ഈ വഴിയൊക്കെ ഫുള്ള് നല്ല ബ്ലോക്ക്ഡ് ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് വരാൻ നേരത്ത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല ക്രൗഡഡ് ആണ്. ഓൾമോസ്റ്റ് ഞാൻ ക്രൗഡിന്റെ വീഡിയോ എടുത്തില്ല. ഓൾമോസ്റ്റ് പാക്ഡ് ആയിരുന്നു. ഒരു 70% വാസ് പാക്ഡ്. നല്ല ആളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നല്ല ചിരിയും കോമഡിയും. പാപ്പു ആദ്യമായിട്ടല്ല അല്ലേ വീഗാലാൻഡിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടല്ലേ മറ്റേ കുഞ്ഞി ക്ലൗൺസിനെ? അവരുടെ ഇഷ്ടായോ കോമഡിയൊക്കെ? വൈബായിരുന്നു അല്ലേ? അവരുടെ ഫൈറ്റ് ഒക്കെ നല്ല ഫണ്ണായിരുന്നല്ലേ? അങ്ങനെ അവിടെ ക്ലൗൺസും. പാപ്പു ഒരു സിനിമ കാണണം കേട്ടോ. അയ്യോ, മറ്റേ ദിലീപേട്ട പടം ഏതാ? സർക്കസിന്റെ ജോക്കർ. ഒരു പടമുണ്ട് മൂവി പാപ്പു മലയാളത്തില്, ജോക്കർ എന്ന് പറഞ്ഞിട്ട്. ആ മൂവി കാണണം കേട്ടോ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കുറെ ഈ സർക്കസിന്റെ ഇതിനകത്തുള്ള ഹാർഡ് വർക്കും സങ്കടങ്ങളും അങ്ങനെ ഒരു സ്റ്റോറി. ഇറ്റ്സ് എ നൈസ് മൂവി. എന്ത് ചുമ? ഇന്നലെ സിക്കായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിക്കാവാറുണ്ട്. ഇന്ന് സിക്കൊക്കെ മാറി. പിന്നെ ഞങ്ങൾ ഇന്ന് ഇത് കാണാനായിട്ട് വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ശ്രീശാന്ത് ഉണ്ടല്ലോ, ക്രിക്കറ്റർ. ശ്രീശാന്തിൻ്റെ വൈഫ് നയനും ഭുവനേശ്വരി ഞങ്ങൾ ഒത്തിരി നാളായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്, വളരെ ഡിയർ ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. പിന്നെ സച്ചിൻ ബേബി ക്രിക്കറ്റർ, ആളുടെ വൈഫും അവരുടെ മക്കളും ശ്രീശാന്തിൻ്റെ മക്കളും, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇന്ന് ഞങ്ങൾ കാണാൻ വന്നത്. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ്. വേറെ ഒന്നുമില്ല. സോ വി ആർ റിയലി ഹാപ്പി ഗോയിങ് ബാക്ക് ഹോം. സീ യു ബൈ.